നമസ്കാരം. പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മഹാത്മാഗാന്ധിജിയുടെ സിദ്ധാന്തങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അഹിംസ പരമോ ധർമ്മ എന്നുള്ള ഒരു സൂത്രമുണ്ട്, ശ്ലോകമുണ്ട്. അഹിംസയാണ് പരമമായ ധർമ്മം. അഹിംസ എന്ന് പറഞ്ഞാൽ സ്നേഹം തന്നെയാണ്. സ്നേഹം എന്ന് പറയുമ്പോൾ നമുക്ക് നിർവചിക്കാൻ ആവാത്ത ഒരു കാര്യമാണ്. അഹിംസ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഹിംസ ഇല്ലാത്ത ഒരു അവസ്ഥ, ഹിംസയ്ക്കുള്ള ഇൻറ്റൻഷൻ തന്നെ ഇല്ലാത്തൊരവസ്ഥ. അതാണ് ഡിവൈനായിട്ടുള്ള അവസ്ഥ, അതാണ് ദിവ്യമായിട്ടുള്ള ആ സ്നേഹം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഹിംസ അനുഷ്ഠിക്കേണ്ടി വരുന്നു എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. സ്ട്രക്ചറൽ വയലൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ അഹിംസയിലേക്കുള്ള ഈ യാത്ര, സത്യാഗ്രഹം എന്ന് മഹാത്മാഗാന്ധിജി വിളിച്ചിട്ട ഈ യാത്ര, അതിൽ ഹിംസ ഇല്ലാതെ ആണ് അഹിംസയിലേക്ക് വരേണ്ടത്. മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുള്ളത് മീൻസ് ആർ മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ദ എൻഡ് എന്നാണ്. എൻഡ് എന്ന് പറയുമ്പോൾ അതായത് ലക്ഷ്യം, മാർഗത്തെ സാധൂകരിക്കുന്നു, ഇങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ലക്ഷ്യം അഹിംസയാണെങ്കിൽ ഹിംസയുള്ള മാർഗത്തിലൂടെ എങ്ങനെയാണ് അഹിംസയിലെത്തുക? നമ്മുടെ സ്വഭാവമായി മാറിക്കഴിഞ്ഞു. ജീവിതത്തിൻ്റെ ലക്ഷ്യം സത്യസന്ധതയാണെങ്കിൽ നുണ പറഞ്ഞുകൊണ്ട് എങ്ങനെ സത്യസന്ധതയിലേക്ക് എത്തുക? സത്യസന്ധത എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം സത്യസന്ധരാവുക എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അഹിംസ എന്നുള്ള ആ പരമമായിട്ടുള്ള സ്റ്റേറ്റ് നമുക്കറിയില്ല. പക്ഷേ ഈ നിമിഷത്തിൽ അഹിംസ നമുക്ക് അനുഷ്ഠിക്കാൻ സാധിക്കും. ക്രമേണ അഹിംസാത്മകമായിട്ടുള്ള ആ സ്റ്റേറ്റ് നമ്മളിൽ വളർത്തി കൊണ്ടുവരാൻ സാധിക്കും. യൂക്ലിഡിയൻ ജോമെട്രിയിൽ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള കോൺസെപ്റ്റ് പോലെ നമ്മൾ ഈ കോൺസെപ്റ്റ് പരിശുദ്ധിയിലേക്ക് നീങ്ങുന്നു. ദാജി അസിംടോട്ട് എന്നുള്ള ആ സിദ്ധാന്തം അവതരിപ്പിച്ചിട്ടുണ്ട് ഹാർട്ട്ഫുൾനെസ് വേയിൽ. അതായത് ഒരു രേഖയിലേക്ക് അടുക്കുന്ന വേറൊരു രേഖ, കൂട്ടിമുട്ടുന്നില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മാർഗം തന്നെ അഹിംസയോട് കൂടിയിട്ടായിരിക്കും. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള
ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ എന്ന് തന്നെ പറയാം. എങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ അഹിംസാത്മകമായിട്ട് ജീവിക്കുക? അതിലുള്ള പല പ്രാക്ടിക്കൽ ടെക്നിക്സും മഹാത്മാഗാന്ധിജി നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. സഹജമാർഗം ഇത് വളരെ ലളിതമാക്കിയിട്ടുണ്ട്. നമുക്ക് ബാഹ്യമായിട്ട് തോന്നുന്ന ഹിംസയുടെ കാരണം ഉള്ളിലാണ്. അതുകൊണ്ട് ശുദ്ധീകരണം ചെയ്യുക. സഹജമാർഗത്തിലെ 2 ഭാഗങ്ങളാണ്, കാലശക്തിയും ദയാലശക്തിയും. നമ്മുടെ ഉള്ളിലുള്ള ഒരു തരത്തിലൊരു ഡിസ്ട്രക്ഷൻ നടക്കുന്നു, മറ്റേ സൈഡിൽ കൺസ്ട്രക്ഷൻ നടക്കും, ദയാലശക്തി. സഹജമാർഗത്തിലെ ലിവിങ് മാസ്റ്ററുടെ പ്രത്യേകതയാണ് സൈമൾട്ടേനിയസ് ആയിട്ട് ഡിസ്ട്രക്ഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡിസ്ട്രക്ഷനും കൺസ്ട്രക്ഷനും രണ്ടും ഒരുമിച്ച് നടക്കാൻ നമ്മളെ സഹായിക്കുന്ന എന്താണ്? മാസ്റ്റർ നൽകുന്ന ആ എസെൻസാണ്, പ്രാണാഹുതി. അതുകൊണ്ടാണ് ദാജി ധ്യാനം എന്ന് പറഞ്ഞ മെഡിറ്റേഷൻ അല്ല എന്ന് പറഞ്ഞു. ആ പരമമായിട്ട് ആ ധീയിലുള്ള ആ യാനം ഉപയോഗിച്ചിട്ട്, ആ വെഹിക്കിൾ, പ്രാണസ്യ പ്രാണൻ ഉപയോഗിച്ചിട്ടുള്ള യാത്ര. അത് നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ നമ്മളുടെ ദർശനം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യം. ഈ പ്രാണാഹുതിയാണ് ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നത്. പ്രാണാഹുതി ലഭിക്കാതെ ശുദ്ധീകരണം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സഹജമാർഗത്തിൽ ഇൻട്രൊഡക്ടറി സിറ്റിങ്സ് ആവശ്യമാണ്, എന്നാലേ ശുദ്ധീകരിക്കാൻ സാധിക്കും. ശുദ്ധീകരണം ഉള്ളിലുള്ള നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ള ഇംപ്രഷൻസിനെ അൺവൈൻഡ് ചെയ്ത് പ്യൂരിഫൈ ചെയ്യുന്നു. ഒരു ക്വസ്റ്റ്യൻ വരാം, ഈ സംസ്കാരങ്ങൾ എന്ന് പറയുന്ന ഈ ഗ്രോസ്നെസ് എവിടേക്കാണ് പോകുന്നത് ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ? നമ്മളിപ്പോൾ ചളി അടിച്ചു വാരി കഴിഞ്ഞാൽ, പൊടി അടിച്ചു വാരി പുറത്തേക്ക് പോകുന്നു, പുറത്ത് പൊല്യൂഷനാകും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ പുറമെ പൊല്യൂട്ട് ചെയ്യല്ലേ ചെയ്യുന്നത്, വീട് വൃത്തിയാക്കാൻ പുറത്ത് പൊല്യൂട്ട് ചെയ്യുക. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താണോ അതായി തീരുക എന്നുള്ളതാണ്. അന്ധകാരം വെളിച്ചമായി മാറുന്നത്. ബൾബിടുമ്പോൾ അന്ധകാരം പോകുന്നു. എവിടെ പോയി അന്ധകാരം? വെളിച്ചം അന്ധകാരത്തെ മാറ്റി, ട്രാൻസ്ഫോം ചെയ്തു, കൺവേർട്ട് ചെയ്തു. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ഈ അന്ധകാരം, അജ്ഞതയെ കൺവേർട്ട് ചെയ്ത് ജ്ഞാനമാക്കും, ട്രാൻസെൻഡ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ അങ്ങനെ ട്രാൻസെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് മാറും, നമ്മുടെ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് മാറിക്കൊണ്ടിരിക്കും. ഒരു പ്ലെയിനിൽ യാത്ര ചെയ്യാനെന്ന് ആലോചിച്ചു പോകും. കുറേ നേരമായി പുറത്ത് എയർപോർട്ട് തന്നെ കാണുന്നു, പുറത്ത് ആൾക്കാർ പ്രവർത്തിക്കുന്നത് കാണുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്തില്ല എന്നാണ്. നേരെ മറിച്ചിട്ട് നമ്മൾ കാണുമ്പോൾ സാധനങ്ങൾ, ബിൽഡിങ്സ് ചെറുതായി ചെറുതായി വരുന്നു, ക്രമേണ മേഘത്തിൻ്റെ മുകളിലേക്ക് എത്തുന്നു, മേഘം താഴെയായിട്ട് കാണുന്നു, മനസ്സിലാവും പ്ലെയിൻ പറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാഴ്ചപ്പാട് മാറി. അതുപോലെ തന്നെ ഈ ശുദ്ധീകരണ പ്രക്രിയ നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു മാറ്റം സംഭവിക്കും, ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. ഈ ട്രാൻസ്ഫോർമേഷനെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം. ട്രാൻസ്ഫോർമേഷനിലേക്ക് കണക്ട് ചെയ്യാനായിട്ട്, ആ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനായിട്ട് അവിടെ സഹായിക്കുന്നത് പ്രാണാഹുതിയാണ്. കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമും പ്രാണാഹുതി തന്നെയാണ് നിർവഹിക്കുന്നത്. ബാബുജി മഹാരാജ് വളരെ ലളിതമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണ്, ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന വെള്ളമാണ്, കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണ്, ഭക്ഷണം പാചകം ചെയ്യാനും വെള്ളമാണ്, എല്ലാം വെള്ളം തന്നെയാണ്. വെള്ളത്തിൻ്റെ ഡിഫറെൻറ്റ് പർപ്പസസ് ആണ്. അതുപോലെ പ്രാണാഹുതി തന്നെ നമ്മൾ ഉയർത്തുന്നു. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോൾ കണക്ട് ചെയ്യുക എന്നാണ് നമ്മുടെ മാസ്റ്റേഴ്സ് പറയുന്നത്. അപ്പോൾ ഈ കണക്ഷൻ സാധിക്കുന്നത് ട്രാൻസ്മിഷൻ ലഭിക്കുന്നതാണ്. അതാണ് ഹാർട്ട്ഫുൾനെസ്സിൽ ജോയിൻ ചെയ്യണം എന്ന് ആദ്യം തന്നെ അഭ്യർത്ഥിക്കുന്നത്. ഉള്ളിലേക്ക് കണക്ട് ചെയ്തിട്ട് ഈ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ ശുദ്ധീകരിക്കുന്നു, അഹിംസാത്മകമായിട്ടൊരു ക്ലീനിങ് അവിടെ നടക്കും. അതിന് കൺസ്ട്രക്ഷനിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു സൈമൾട്ടേനിയസ് ആയിട്ട്. എന്നിട്ട് അത് എക്സ്പ്രസ് ചെയ്യാം. നമ്മുടെ ഉള്ളിൽ വന്നിട്ടുള്ള ഈ മാറ്റങ്ങൾ, ട്രാൻസ്ഫോർമേഷനെ എക്സ്പ്രസ് ചെയ്യും. ഇല്ലെങ്കിൽ ആ മാറ്റം അവിടെ ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. ഞാൻ 10ാം ക്ലാസ് എത്തിയിട്ടും 1ാം ക്ലാസ് ഒരു കുട്ടിയെ പോലെ പെരുമാറുകയാണെങ്കിൽ ഞാൻ 10ാം ക്ലാസ് എത്തിയിട്ടില്ല. വലിയ പദവിയിലിരിക്കുന്ന ഒരാൾ വളരെ ബാലിശമായിട്ട് വളരെ ലോ ലെവലിൽ പെരുമാറുമ്പോൾ അയാൾ ആ പദവിക്ക് യോഗ്യനല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയും സ്വാർത്ഥത കാണിക്കും. എല്ലാവരെയും തുല്യരായി കാണേണ്ട ഉയർന്ന പദവിയിൽ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി പൈസ സമ്പാദിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം അയാൾ അതിൽ കേപ്പബിൾ ആയിട്ടില്ല. അതാണ് ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. നമ്മൾ ഡിഗ്രിയുടെ മുകളിൽ മാത്രം ജോലി കൊടുക്കുമ്പോഴുള്ള പ്രശ്നമാണ്. ഒരാൾ ഡോക്ടറാവുന്നു, കളക്ടറാവുന്നു, മന്ത്രിയാവുന്നു, പക്ഷേ ക്യാരക്ടർ എന്താണ്? സെൽഫിഷ്നെസ്സാണ്. ഒരു സാധാരണയിൽ താണൊരു വ്യക്തിയെ പോലെ പെരുമാറുന്നു. നമ്മുടെ ചരിത്രത്തിൽ രാക്ഷസന്മാർ രാജാവായിട്ടുള്ള കഥകൾ കേട്ടിട്ടുണ്ട്. രാവണൻ, ഹിരണ്യകശ്യപുവും അവരൊക്കെ രാക്ഷസന്മാരായിരുന്നു, രാജാവുമായി തീർന്നു. രാജാവായി എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ ദൈവമെന്നായിട്ട് മാറുന്നില്ല. രാജാവ് പ്രത്യക്ഷ ദൈവം എന്നൊക്കെ പറയും. പക്ഷേ അത് വാക്കിൽ മാത്രം പോരാ.
അപ്പോൾ നമ്മുടെ ഉള്ളിൽ ട്രാൻസ്ഫോർമേഷൻ എക്സ്പ്രസ് ചെയ്യണം. അതാണ് ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ. നമ്മുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ചിന്തകളെ അവഗണിക്കുക. മെഡിറ്റേഷനിൽ ചിന്തകൾ പൊന്തി വരും. ചിന്തകളെ അവഗണിക്കുക എന്നാണ്, സപ്രസ് ചെയ്ത്. അവിടെ ഹിംസ വരുന്നു. അപ്പോൾ ഹിംസാത്മകമായിട്ട് സമീപമല്ല സഹജമാർഗത്തിൽ, അവഗണിക്കുക. ബാബുജി മഹാരാജ് ഒരു ചിന്തകളെ സ്നേഹിക്കുക എന്നാണ്. കാരണം അത് നിങ്ങളുടെ ചിന്തകൾ, നിങ്ങൾ ഇട്ടതാണ്. അപ്പോൾ സ്നേഹിക്കുക. സ്നേഹിക്കുമ്പോൾ അത് പിന്നെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യേണ്ടേ ആവുന്നു. അപ്പോൾ അഹിംസാത്മകമായ സമീപത്തിൻ്റെ സ്റ്റെപ്പുകൾ, ക്ലീനിങ്ങും മെഡിറ്റേഷനും, അത് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി മാറും മെഡിറ്റേഷൻ. അതിനുശേഷം അതിൻ്റെ എക്സ്പ്രഷനാണ് പിന്നെ ജീവിതത്തിലുള്ളത്. ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സ്റ്റെപ്പ് ഈ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിനെ ലൈഫിൽ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ മഹാത്മാഗാന്ധിജി വിഭാവനം ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രോഗ്രാംസ്, കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം, അത് സഹജമാർഗ ധ്യാനത്തിലൂടെ വളരെ എളുപ്പം സാധിക്കും എന്നത് നമുക്ക് അടുത്ത ഡിസ്കഷനിൽ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അടുത്ത സെഷൻ വരയ്ക്കും വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.